അതേസമയം വളരെ തടി കൂടിയ ഒരാളാണ്. അവര് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ബോഡി ലൈൻ അലൈൻമെന്റ് മാറുകയും അപ്പോൾ ഉൾഭാഗത്ത് മുട്ടിന് തേയ്മാനം വരികയും ചെയ്യാറുണ്ട്. ഇപ്പം കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു തേയ്മാന പ്രശ്നം കാണുന്നത്? മൂന്നിലൊന്ന്, അതായത് സ്ത്രീകളിൽ യൂഷ്വലി അവർ പറയുന്ന ഒരു കാരണം തടി കൂടുതലാണ്. പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ആർട്രോസ്കോപ്പി സർജനും ഒപ്പം സ്പോർട്സ് സർജനുമാണ് ഡോക്ടർ അബ്ദുല്ല ഖലീൽ. പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ കൂടുതലായിട്ട് മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത്? സാധാരണ കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണാറ്. നമ്മൾ കണ്ടുവരുന്ന ഈ സാധാരണ തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഈ മുട്ട് മാറ്റിവെക്കുന്ന എത്തുന്ന പേഷ്യൻസിൽ ഒരു 80% 80% സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് അവരുടെ എല്ലിന് പുരുഷന്മാരെക്കാൾ ഡെൻസിറ്റി കുറവാണ്. പിന്നെ അതേപോലെ തന്നെ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ചേഞ്ചസും ഇതെല്ലാം കാരണം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണാറ്. സ്ത്രീകളിൽ കൂടുതലായിട്ട് തേയ്മാന പ്രശ്നങ്ങൾ കാണുന്നു എന്നുള്ളതായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം സ്ത്രീകൾക്ക് കൂടുതൽ ഇത് കാണുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ട്? പ്രധാന ഒരു പ്രശ്നം തടി കൂടുന്നത് തന്നെയാണ്. പിന്നെ കുറെ കാരണങ്ങൾ അറിയില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളതുമായിട്ട് അതിനെ പഠിച്ച് അതിനെ എത്തിയില്ല. സ്ത്രീകളിൽ പെട്ടെന്ന് കാണാറുണ്ട്, പ്രത്യേകിച്ചും 50 വയസ്സിന്റെ അറൌണ്ട് ആകുമ്പോൾ തന്നെ കാൽമുട്ട് തേയ്മാനം വരികയും അതിൽ 20% ആളുകളോളം ഓപ്പറേഷന് പോവുകയും ചെയ്യാറുണ്ട് എന്നാണ് പഠനം. അപ്പോൾ അത് ബെറ്റർ ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ പ്രസവകാലത്തിന് ശേഷം തന്നെ തടി അത്രയും നല്ല നിലയിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒബസിറ്റി ഒരു നോൺ ഫാക്ടറാണ്. അത് ഒരു നമുക്കറിയാവുന്ന സംഭവമാണ്. തടി കുറക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ തന്നെയും വേദന കുറക്കാൻ കഴിയും. ഞങ്ങള് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ മുട്ടുവേദന വരാൻ എന്തെങ്കിലും ഇല്ല. യൂഷ്വലി അത് ഒരു വളരെ ആളുകൾ ചിന്തിക്കുന്നത് ഞങ്ങൾ നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ നിൽക്കുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് മുട്ടു തേയ്മാനം ഉണ്ടാവും എന്നുള്ളത്. മുട്ടു തേയ്മാനം അങ്ങനെ ഒരാൾ നിന്നുകൊണ്ട് ഉണ്ടാവുന്നതല്ല. മുട്ട് തേയ്മാനം ഉണ്ടാവുന്നതിന് ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ പരിക്കുകൾ എന്തെങ്കിലും പറ്റി, ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി, അത് പ്രൈമറി ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ടല്ലോ, സന്ധിവാദം ഇതുപോലത്തെ എന്തെങ്കിലും കേടുകൾ പറ്റുമ്പോഴാണ് അതിനൊക്കെ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്നാ പറയാം. അതായത് മുട്ട് തേയ്മാനം ഉണ്ടാവുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ അതായത് ഒരു കാരണവും കൂടാതെ ഉണ്ടാവുന്ന, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാവുന്ന അവസ്ഥ, അത് അതിന് വയസ്സാവുന്ന പോലെ തന്നെയാണ്. അതിനുണ്ടാവുന്ന സെൽസൊക്കെ അതിൻ്റെതായ ടൈം കഴിയുമ്പോൾ ഉണ്ടാവുന്ന തേയ്മാനാണ്. അപ്പോൾ ഇത് ആളുകളുടെ ചോദ്യമാണ്, നിന്ന് കഴിഞ്ഞാൽ തേയ്മാനം ഉണ്ടാവും. നിന്ന് കഴിഞ്ഞാലോ അങ്ങനെ സാധാരണ കാലിന്റെ സാധാ പ്രവർത്തനം കൊണ്ട് തേയ്മാനം ഉണ്ടാവുന്ന അല്ല. അതിന് യാതൊരു തെളിവും ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ കാലം നിൽക്കുന്നതുകൊണ്ട് ഒരു തേയ്മാനം ഉണ്ടാവുന്നത് അറിയില്ല. അതേസമയം വളരെ തടി കൂടിയ ഒരാളാണ്. അവര് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ബോഡി ലൈൻ അലൈൻമെന്റ് മാറുകയും അപ്പോൾ ഉൾഭാഗത്ത് മുട്ടിന് തേയ്മാനം വരികയും ചെയ്യാറുണ്ട്. ഇപ്പം കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു തേയ്മാന പ്രശ്നം കാണുന്നത്? മൂന്നിലൊന്ന്, അതായത് സ്ത്രീകളിൽ യൂഷ്വലി അവർ പറയുന്ന ഒരു കാരണം തടി കൂടുതലാണ്. പക്ഷെ ജെനറ്റിക്കലി എന്തുകൊണ്ടോ അത് ഒരു അൺനോൺ റീസൺ കാരണവും ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വരുന്നത്.